ഈ സെക്രട്ടേറിയറ്റ് സമരത്തിൻ്റെ അധ്യക്ഷൻ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് CN ശക്തൻ, ഇവിടെ ഇതിനോടകം സംസാരിച്ചിട്ടുള്ള മുൻ KPCC പ്രസിഡന്റുമാർ ശ്രീ K മുരളീധരൻ, ശ്രീ MM ഹസൻ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ AP അനിൽകുമാർ MLA, ശ്രീ PC വിഷ്ണുനാഥ് MLA, നമ്മുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മറ്റ് നേതാക്കന്മാരെ, KPCC ഭാരവാഹികളെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളെ, കേരളം മാത്രമല്ല രാജ്യത്തെ തന്നെ നടുക്കിയ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്വർണ്ണക്കൊള്ളയിൽ കേരള ഹൈക്കോടതി തന്നെയാണ് കേരളത്തിലെ സാധാരണ പോലീസ് അന്വേഷിച്ചാൽ ഭരണകക്ഷി നേതാക്കന്മാരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ഈ കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല. അതുകൊണ്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തന്നെ നിയോഗിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ആ അന്വേഷണ സംഘം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും ശക്തമായി ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കണം, ശബരിമലയിലെ സ്വത്തുക്കൾ സംരക്ഷിക്കണം, സ്വർണം ഉൾപ്പെടെയുള്ള അവിടുത്തെ ആരാധന അധിഷ്ഠിതമായ മൂല്യങ്ങളുള്ള വസ്തുക്കൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്ത് അതിശക്തമായി വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുമാണ്. ആദ്യമേ തന്നെ നമ്മൾ പത്തനംതിട്ടയിൽ അതിവിപുലമായ ഒരു വിശ്വാസ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ സമരത്തിന് തുടക്കം കുറിച്ചത്. എങ്കിൽ പിന്നീട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ 4 നേതാക്കന്മാർ വിവിധ മേഖലകളിൽ നിന്ന് സമര ജാഥകൾ നയിച്ചുകൊണ്ടാണ് അത് പന്തളത്ത് UDFൻ്റെ ജാഥയായി ആ ജാഥ സമാപിച്ചത്. അതിനുശേഷവും നമ്മളറിയാം, ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ തന്നെ ബഹുമാനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത ഇതുപോലുള്ള ഒരു പ്രതിഷേധ സംഗമം നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുൻപായിട്ട് നമ്മൾ നടത്തുകയുണ്ടായി. ഇലക്ഷൻ സമയത്ത് നമ്മുടെ സമരങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഈ കേസന്വേഷണ നടപടികൾ നമ്മളും കോടതിയും നിരീക്ഷിക്കുകയായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ? മാസങ്ങൾ പിന്നിട്ടിട്ടും ശ്രീ K മുരളീധരൻ ഇവിടെ വ്യക്തമാക്കിയതുപോലെ കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഹൈക്കോടതി പലവട്ടം പറഞ്ഞു, വൻപന്മാർ ഇനിയും ഈ കേസിൽ പ്രതികളാക്കേണ്ടവരുണ്ട്, അവരെ പിടിക്കാൻ കേരളത്തിലെ പോലീസ് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലീസാണെങ്കിലും അവരെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയാണ്. അതുകൊണ്ട് പോലീസ് അറച്ചു നിൽക്കുകയാണ്, മടിച്ചു നിൽക്കുകയാണ്. കടകംപള്ളി ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം, രഹസ്യമായിട്ടാണ്. ആരും അറിയാതെ കടകംപള്ളി എന്ന മുൻമന്ത്രി, ഇപ്പോഴത്തെ MLA ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കടകംപള്ളി അതിനെക്കുറിച്ച് പറഞ്ഞത്, എന്നെ കണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ അഭിമുഖം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുന്ന പോലെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്ന പോലെ കടന്നപ്പള്ളിയുടെ അഭിമുഖം രേഖപ്പെടുത്താനാണോ അന്വേഷണ സംഘം പോയത്? ആ കടകംപള്ളിയുടെ അഭിമുഖം രേഖപ്പെടുത്താനാണോ പോയത്? അദ്ദേഹം എന്തു പറഞ്ഞു? എന്തിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു? ഇനിയും ഉന്നതന്മാർ, അതുപോലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് ഈ സമീപകാലത്ത് നിന്ന് പിരിഞ്ഞ പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. അവരെന്തു പറഞ്ഞു എന്ന് വ്യക്തമല്ല. അപ്പോൾ ഹൈക്കോടതി വീണ്ടും പറയുന്നു, ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം എത്ര കിലോ എന്ന് തിട്ടപ്പെടുത്തണം, ആ സ്വർണം എവിടെയെന്ന് മനസ്സിലാക്കി അത് കണ്ടെത്തണം. അത് ശബരിമലയിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിൻ്റെ ഒരാവശ്യം. രണ്ടാമത്, ക്രിമിനൽ കേസിൽ അല്പമെങ്കിലും പരിചയമുള്ള ആളുകൾക്കറിയാം, ഒരു മോഷണ കേസിൽ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് അതിൻ്റെ തെളിവ് ശക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ പ്രതികൾക്ക് ശിക്ഷ കിട്ടൂ. ഇപ്പം കേരള പോലീസ് എന്താ ചെയ്യുന്നത്?
പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുന്ന ഇതുവരെയും ബഹുമാന്യ പ്രതിപക്ഷ നേതാവും എത്തിയിട്ടുണ്ട്. നിയമസഭ ബഹിഷ്കരിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും വരുന്നത്. നഷ്ടപ്പെട്ട സ്വർണം എത്ര? നഷ്ടപ്പെട്ട സ്വർണം ആർക്ക് വിറ്റു? അതെവിടെ എന്ന് അന്വേഷിക്കണം. അത് കണ്ടെത്തണം. അത് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കണം. പ്രതികൾ അവർ നൽകുന്ന സ്റ്റേറ്റ്മെന്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ആ മൊഴിക്ക് നിയമത്തിന്റെ മുൻപിൽ പ്രാബല്യമുള്ളൂ. അത് നമ്മൾ പറഞ്ഞു. ആദ്യമേ നമ്മളാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കന്മാരാ പറഞ്ഞത്. UDF പറഞ്ഞത്. ഇപ്പൊ ഇതാ കേരള ഹൈക്കോടതിയും അത് ആവർത്തിച്ചു പറഞ്ഞു. ഈ സ്വർണം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആർക്ക് വിറ്റു എന്ന് കണ്ടെത്തി അത് കോടതിയിൽ ഹാജരാക്കണം. അതിന് തയ്യാറാകുന്നില്ല ഈ അന്വേഷണ സംഘം. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. അവസാനം ഇപ്പം എന്താ? സുപ്രീം കോടതിയിൽ പോയി ചില പ്രതികൾ ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ അറസ്റ്റ് തടയാൻ ചിലര് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ സ്വർണം കട്ടവരാണ്. ദൈവത്തിൻ്റെ സ്വർണം കട്ടവരാണോ ഈ മുൻകൂർ ജാമ്യ അപേക്ഷയുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് വന്നത് എന്ന് ചോദിച്ച് അവരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. എന്നാൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കേരള പോലീസ് അവസരമൊരുക്കി. കാരണം എന്താ? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നില്ലെങ്കിൽ ഏത് കുറ്റവാളിക്കാണെങ്കിലും കോടതി ജാമ്യം കൊടുക്കാൻ നിർബന്ധിതമാകും. ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ കാലതാമസം വന്നതുകൊണ്ട് ഈ ഭീമമായ കൊള്ളക്കേസിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതികളെ മാർക്സിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുക. ഇന്നലെ കേരളം കണ്ടൊരു കാര്യം എന്താണ്? പയ്യന്നൂരിൽ രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ച CPMന്റെ ഒരു MLA കുറിച്ച് അവരുടെ ജില്ലാ കമ്മിറ്റി അംഗം ഒരു ചാനലിന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കണ്ണൂരിൽ യോഗം ചേർന്ന് കുഞ്ഞികൃഷ്ണൻ എന്ന പാർട്ടി സഖാവിനെ അവര് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ജയിലിൽ കിടക്കുന്ന CPMന്റെ മുൻ MLA പത്തനംതിട്ടയിലെ നേതാവ് പത്മകുമാറും ദേവസ്വം ബോർഡിന്റെ ചെയർമാനായ വാസുവും ഇപ്പോഴും CPMന്റെ നേതാക്കന്മാരാണ്. പത്മകുമാർ ഇപ്പോഴും CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പയ്യന്നൂരിൽ CPMന്റെ ഒരു MLAക്കെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണനെ 2 ദിവസം കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് CPM നടപടി സ്വീകരിച്ചത് എങ്കിൽ പത്തനംതിട്ടയിൽ ജയിൽ കിടക്കുന്ന നേതാക്കന്മാർ 3 മാസക്കാലമായി ജയിലിലാണ്. അവരുടെ പേരിൽ പാർട്ടി ഒരു അച്ചടക്ക നടപടിയും ഒരു സസ്പെൻഷൻ വേണ്ട, ഒരു ശാസന വേണ്ട, ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും CPM കൊടുത്തിട്ടില്ല. പ്രതികളെ സംരക്ഷിക്കുകയാണ്. ജയിൽ കിടക്കുന്ന പത്മകുമാറിനെയും വാസുവിനെയും പിണറായി വിജയനും MV ഗോവിന്ദനും മാർക്സിസ്റ്റ് പാർട്ടിയും സംരക്ഷിക്കുകയാണ്. കാരണം അവരുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിച്ചാൽ അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, നേതാക്കന്മാരുടെ പങ്കാളിത്തം, മന്ത്രിമാരുടെ പങ്കാളിത്തം, പാർട്ടി നേതാക്കന്മാരുടെ പങ്കാളിത്തം, ഈ സ്വർണം വിറ്റ കാശ് അതിനാരൊക്കെ പങ്കാളികളായി പങ്കുപറ്റിയെന്ന കാര്യം പത്മകുമാറും ബാസുവും വെളിച്ചത്ത് പറയും. അതുകൊണ്ട് CPM ഭരണത്തിൻ്റെയും പാർട്ടിയുടെയും ബലത്തിൽ ഈ സ്വർണ്ണ കേസിലെ പ്രതികളെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ പാർട്ടി സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അന്വേഷണം ശരിയായ വഴിക്ക് പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അന്വേഷണത്തിൽ നമ്മൾ പൂർണ്ണ തൃപ്തരല്ല. എല്ലാ പ്രതികളെയും പിടികൂടണം, സ്വർണം മുഴുവൻ വീണ്ടെടുക്കണം. ഇനിയും ഉന്നതന്മാർ കൊടുക്കാനുണ്ടെങ്കിൽ അവരെ കൊടുക്കണം. അതിനിടയിലാണ് അടൂർ പ്രകാശിനെ പോറ്റി കണ്ടു, സോണിയാഗാന്ധിയെ പോറ്റി കണ്ടു എന്ന് പറയുന്നത്. അവരാരെങ്കിലും ഭരണാധികാരികളാണോ? അടൂർ പ്രകാശ് ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാണോ? ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, എന്നെ ചോദ്യം ചെയ്തോ എന്ന് പറഞ്ഞല്ലോ. എന്തേ ചോദ്യം ചെയ്യാത്തത്? സോണിയാഗാന്ധിയുടെ അടുത്ത് ആരെങ്കിലും ഫോട്ടോ എടുത്താൽ മുരളീധരൻ പറഞ്ഞ പോലെ അത് തന്നെ തെറ്റാകുമോ? എത്രയോ പേര് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു. പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു.
ശബരിമലയിലെ പൂജാരി എന്ന നിലയിൽ അദ്ദേഹം ഫോട്ടോ എടുത്താൽ അത് തെറ്റാവില്ല. സോണിയാഗാന്ധി തെറ്റുകാരിയല്ല. ഇതൊക്കെ അറിയുന്ന മാർക്സിസ്റ്റ് നേതാക്കന്മാരുണ്ട്. പക്ഷെ ശിവൻകുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ശബരിമലയിലെ മുഴുവൻ കള്ളന്മാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള കോൺഗ്രസിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും മറ്റെല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടറേറ്റുകളുടെ മുമ്പിലും ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ച് ഈ സമരം വൻ വിജയമാക്കിയ തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനാണ്